ഹായ് ഹലോ നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ള വാർത്ത. രേണു സുധി ആ, ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷം വരുമെന്നറിയും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ പി ആർ ടീമിൻ്റെ പരിപാടികളൊക്കെ ഫലപ്രദമായി നടന്നു എന്ന് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ സീക്രട്ട് ഏജൻ്റൊക്കെ വന്ന് കുറച്ച് കാര്യങ്ങളിൽ ഒരു സത്യസന്ധമായുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആഹ് രേണുവിന് പി ആർ പൈസ കൊടുത്ത് എടുക്കാനില്ല എന്നുള്ള നിവൃത്തികേട് അവരെന്തായാലും പറഞ്ഞു. കാര്യം ജീവിക്കാൻ 4000 രൂപയ്ക്കോ 5000 രൂപയ്ക്കും 3000 രൂപയ്ക്കൊക്കെ ഇൻ്റർവ്യൂ അത്രയും കുറച്ച് പൈസയ്ക്ക് ആരും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് പോലും രേണു സുധി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്നത് 3000 രൂപ 4000 രൂപയ്ക്കൊക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ജീവിക്കുന്ന രേണു സുധി വെളിയിൽ പി ആർ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ കേൾക്കുന്നവന്മാർ പൊട്ടന്മാരായിരിക്കണം, അല്ലെങ്കിൽ കാണുന്നവർ. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിക്ക് അവിടുന്ന് കിട്ടുന്നതിൻ്റെ അതായത് 5000 രൂപ കണ്ടേ പെർ ഡേ ഉള്ളൂ എന്ന് ചിലർ പറയുന്നുണ്ട്. എൻ്റെ അറിവിൽ വീക്കിലി ആണ് സാലറി കൊടുക്കുന്നത്. അത് സീക്രട്ട് ഒക്കെ അവിടെ അകത്ത് പോയവരും എല്ലാവരും പറയുന്നത് വീക്കിലി സാലറി എന്നാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ 5000 രൂപ പോലും കാണാൻ ചാൻസ് ഇല്ല. രേണു സുധിയെ സംബന്ധിച്ച് അവിടെ 1 വീക്കിന് 25,000 ആ ഒരു റേഞ്ചൊക്കെ കാണും. ഇപ്പം ഈ വന്നിരുന്ന് പറയുന്ന വലിയ ആൾക്കാരൊക്കെ നിങ്ങൾ പി ആർ എന്ന് വിളിക്കുന്ന ഞാൻ സഹിതമുള്ള ആൾക്കാർ പറയുവാണ് രേണു സുധിക്ക് കൂടിപ്പോയ ഒരാഴ്ച ഒരു 25,000 രൂപ ഏറ്റവും കുറഞ്ഞ സാലറിയിലെ ഒരാൾ തന്നെയാണ് രേണു സുധി. അവരാഗ്രഹിച്ച് പോയത് തന്നെയാണ്. സുധിച്ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ പോയാണ്. ഇപ്പം പലരും വീഡിയോ ഇടുന്നത് രേണു സുധി വീടിൻ്റെ ഹൗസിൻ്റെ പുറത്തേക്കാണെന്നാണ്. പക്ഷേ ബിഗ് ബോസിന് പ്രാന്തില്ല. ഇത്രയും വോട്ടുകളുള്ള 2ാം സ്ഥാനത്താണ് ഈ മാസം അല്ല ഈ ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതിൽ 2ാം സ്ഥാനമാണ് രേണു സുധിക്കുള്ളത്. എന്നാൽ ചില വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. 2 പേര് പുറത്തേക്ക് പോകുമെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഒരാൾ ശാരിക പുറത്ത് പോയി എന്ന് തന്നെയാണുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശാരിക ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് എന്നുള്ള കാര്യം തന്നെയാണ് അറിയുന്നത്. ഏറ്റവും വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറിയുന്നത്. ഇന്ന് ഒരാളെ ഇത് ചെയ്തിട്ടുള്ളൂ. ഇനി തുടർന്ന് ഒരാൾ ഔട്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നിട്ട് അറിയില്ല. നമുക്കത് കണ്ടറിയാം. എന്താ പറയുന്നത് കാര്യം. നാളത്തെ ദിവസം കൂടെ കഴിഞ്ഞിട്ടേ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് നാളത്തെ അപ്ഡേറ്റ് അറിയാൻ പറ്റും. ബിക്കോസ് ഇന്നലെ ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇന്ന് അറിയാൻ പറ്റൂ. ഇതിൻ്റെ ജെന്യൂനിറ്റി എത്രത്തോളം എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ശാരിക വീടിന് പുറത്തേക്ക് പോയി എന്ന് തന്നെയാണ് അറിയുന്നത്. ഔട്ടായി എന്നാണ് അറിയുന്നത്. അപ്പം നാളെ ഇൻ്റർവ്യൂ മറ്റുമൊക്കെ എടുത്തുകൊണ്ട് നിൽക്കാം. എന്തിനാണ് ശാരികയ്ക്ക് അതിനകത്ത് പോയത്? രേണു സുധി കണ്ടന്റ് കൊടുക്കുന്നില്ല, രേണു സുധി കണ്ടന്റ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെളിയിൽ ഫുള്ള് രേണു സുധിയാണ് കണ്ടന്റ്. എന്താണ് ബിഗ് ബോസ് എന്നറിയാതെ കുറേ എണ്ണം വാവളത്തി വന്നിരുന്ന് രേണു സുധി കണ്ടന്റ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി നിങ്ങൾ നോക്ക്, വെളിയിൽ ടോക്കൺ ടൗൺ ആവുന്നത് രേണു സുധി മാത്രമാണ്. നിങ്ങൾ ബിഗ് ബോസ് സീസൺ 7 വീഡിയോ എടുത്തു നോക്കുക. പോസിറ്റീവ് ഓർ നെഗറ്റീവ് രേണു സുധിയാണ് സംസാര വിഷയം. 90% വീഡിയോകളിലും രേണു സുധിയാണ്. എല്ലാ ബിഗ് ബോസിൻ്റെ ഹാഷ്ടാഗിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് സീസൺ 7 ഹാഷ്ടാഗിനെക്കാട്ടിലും കൂടുതൽ ഉള്ളത് രേണു സുധി എന്നുള്ള ഹാഷ്ടാഗുമാണ്. ബിഗ് ബോസിന് ഹാഷ്ടാഗ് ചെയ്യാത്തവർ പോലും രേണു സുധി, ആ ഹാഷ്ടാഗിനൊരു വാല്യൂ ഉണ്ട്. അത് നിങ്ങൾ ശത്രുക്കളായാലും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു പോകുക. അങ്ങനെ പറഞ്ഞാലേ ഉള്ളൂ. നിങ്ങൾ എത്രത്തോളം അവരെ ഹേറ്റ് ചെയ്യുന്നോ അത്രത്തോളം അവർ ഉന്നതിയിലേക്ക് പൊക്കൊണ്ട് തന്നെ ഇരിക്കും. അവരെ ഇഷ്ടപ്പെടാൻ ആൾക്കാർ വരും. ടോക്ക് ആൻഡ് ടൗൺ ആവുക എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് കണ്ടന്റ്. അത് ആദ്യം മനസ്സിലാക്കുക. അവരെന്തോ പറയട്ടെ, അവർ വെളിയിൽ നിന്നോ അകത്ത് നിന്നോ. കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിനായിരുന്നു ഫുള്ള് കണ്ടന്റ്. ജാസ്മിൻ അല്ലാതെ ഒരു കണ്ടന്റ് ഓടിപ്പോയതായിട്ട് എനിക്കറിയില്ല. ജിൻഡോയുടെ ഫോട്ടോയും ജാസ്മിൻ്റെ ഫോട്ടോ വെച്ചാൽ പോലും ജിൻഡോയ്ക്കല്ലായിരുന്നു ഹാഷ്ടാഗും ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ തംബ്നെയിലും എല്ലാത്തിലും നിറഞ്ഞു നിന്നത് ജാസ്മിനായിരുന്നു. വേറെ ആൾക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ ഭാഗത്ത് ജാസ്മിൻ്റെ ഒരു ഫോട്ടോ നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്തവണ. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം, അതായത് സീസൺ 5 അതുങ്ങളൊക്കെ മാരാർക്കായിരുന്നു മാർക്കറ്റിംഗ് കൂടുതൽ. 4 വന്നപ്പോൾ ഏത് വീഡിയോ വന്നാലും ഏത് ഇൻ്റർവ്യൂ വന്നാലും പിന്നെ പറയുന്ന പേര് റോബിൻ എന്നുള്ളതായിരുന്നു.
ത്രീയിൽ വരാൻ നേരത്ത് മണിക്കുട്ടൻ്റെ ഫോട്ടോ വെച്ച് തന്നെയായിരുന്നു. മണിക്കുട്ടൻ മാത്രമല്ല, പക്ഷെ ത്രീയിൽ ഈ പറയുന്ന മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം സായി ആയാലും ഋതുമന്ത്രയ്ക്കൊക്കെ നല്ല ഹാഷ്ടാഗുള്ള അല്ലെങ്കിൽ ഹാഷ്ടാഗ് വാല്യൂ ഉള്ള ടീമായിരുന്നു. മണിക്കുട്ടനും അപ്പുറം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സൂര്യക്ക് ഭയങ്കര ഹാഷ്ടാഗ് വാല്യൂ ആയിരുന്നു. നിങ്ങൾ നോക്കിയാൽ മതി, സമ്മർ മീഡിയയുടെയൊക്കെ എന്താ പറയുക ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഇത് സീസൺ 3 സൂര്യ ഹാഷ്ടാഗായിട്ട് അല്ലെങ്കിൽ പിക്ചറിൽ വന്നതായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ആയിരുന്നു ആ വർഷം കിട്ടിയതിൽ ഒരാൾ, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സൂര്യയാണ്. അതേ കണക്ക് സീസൺ 2 വന്ന റേസ എന്നുള്ള ഒറ്റ പേരിൽ ആ ഒരു ഹാഷ്ടാഗിൽ ആൾക്കാർ വ്യൂസ്, അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. റോബിൻ്റെ അതേ കണക്കായിരുന്നു, നെഗറ്റീവ് ഓർ പോസിറ്റീവ്. റോബിൻ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് വരും. ഇപ്പോൾ ഇവർക്കൊന്നും ഹാഷ്ടാഗ് വാല്യൂ ഇല്ല, ഈ പറഞ്ഞ ഒരാൾക്കും ഇല്ല. സീസൺ 1 പെള്ളിമണിക്കായിരുന്നു. അങ്ങനെ നോക്കുന്നത് ഈ വർഷത്തെ കണ്ടന്റ് എല്ലാം ഒരൊറ്റ പേരിലാണ്, ഒരൊറ്റ ഇത് ഫോട്ടോ വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഫോട്ടോയിൽ ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിക്കുന്നത്. ബാക്കി എല്ലാ തംബ്ലൈൻ ആയാലും ഹാഷ്ടാഗ് ആയാലും എല്ലാം രേണുസുതിയാണ്. രേണുസുതി ഈ ഒരു സംഭവത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൽ ഈ കാണുന്ന നിങ്ങൾക്ക് പ്രാന്തുണ്ടെങ്കിലും അലവലാദികളാണെങ്കിലും കാണത്തില്ല, രേണുസുതി ഉണ്ടെങ്കിൽ കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി അവരെ പോയി അസഭ്യം പറഞ്ഞ് കമൻറ്റ് എഴുതുമെങ്കിലും ബിഗ് ബോസിന് പ്രാന്തില്ല. ബിഗ് ബോസ് കാണുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് പ്രാന്തില്ല. PR പണിയൊക്കെ ചെയ്തോളൂ. എന്തിനാണ് ഈ ആൾക്കാരെ കിടന്ന് തെറി വിളിച്ച് കമൻ്റ് ഇടുന്നത്? രേണുസുതി പൂമോള്, രേണുസുതി കാമോള്, തങ്കച്ചൻ, രേണുസുതിയുടെ അച്ഛൻ തങ്കച്ചൻ, പിന്നെന്താണ് രേഷ്മ തങ്കച്ചൻ മറ്റേത് മറച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇടുന്നത്? ഹ്യൂമൻ ചിന്തിച്ച് നോക്കുക. ശാരിക പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരമാണ് വെളിയിൽ പോകുന്നത്. ശാരിക ആഫ്റ്റാണ്, കാര്യം അവരൊന്നും അതിനകത്ത് ചെയ്യുന്നില്ല. എന്തിനാ വന്നേന്ന് എനിക്കറിയില്ല. ഭയങ്കര സ്ട്രോങ് ലേഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷെ എൻ്റെ അറിവിലും ശാരിക ഈ പറയുന്ന മാതിരി പേഴ്സണലി ഭയങ്കര പാവമായിട്ടുള്ളൊരു സ്ത്രീ തന്നെയാണ്. പിന്നെ കൂടെ നിന്ന് കുത്തുന്ന ചില സ്ത്രീകളുടെ സ്വഭാവം, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കണക്ക് ദേവുവിനെ കണക്കുള്ളവരുടെ സ്വഭാവം ശാരികയ്ക്കും ഉണ്ട്. ശാരിക ഒരേ സമയം ഇവരെ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ കൂടെ നിന്ന് ഊക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിപ്പോൾ അനുമോളും ചെയ്യാറുണ്ട്. അനുമോള് ഭയങ്കരമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് അനുമോളുടെ മുഖം കണ്ടാൽ അറിയാം. അനുമോള് ക്യാമറയിൽ മാറി വന്നിട്ട് ക്യാമറയ്ക്ക് ഫോക്കസ് കൊടുത്തിട്ട് ചില മുഖഭാവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കൂടെ ഇരിക്കുന്ന ഇപ്പം രേണുസുതിയുടെ ഒപ്പം ഇരുന്ന് കാര്യം പറയുന്ന എല്ലാവരും എന്താ പറയുന്നത്, രേണുസുതി ഇഷ്ടമല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. വളരെ ചുരുക്കം ആൾക്കാർ ഒഴികെ, ഇപ്പം സരിക കണക്കുള്ള ആൾക്കാർ ഒഴികെ ബാക്കി ഉള്ളവരെല്ലാവരും ഇത് തന്നെ. അവരെ ടാർഗറ്റിൽ ഒരാൾ രേണുസുതിയാണ്. അവരെ ടാർഗറ്റ് എത്രത്തോളം അവരെ സംസാരിക്കാൻ വിടുന്നു അത്രത്തോളം ബിഗ് ബോസിൽ അവർക്ക് ഉയർച്ച ഉണ്ടാകും. അവരെ പറ്റി മാത്രമായിരിക്കും ഹാഷ്ടാഗ്. നിങ്ങൾ നോക്കിക്കോ, അടുത്ത ജാസ്മിൻ്റെ ആ ഒരു റീച്ചിലേക്ക് എത്താൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരാളാണ്. കാര്യം ജാസ്മിനൊന്നും ഇത്രയൊന്നും സൈബർ ബുള്ളൊന്നും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ബിഗ് ബോസ് തുടങ്ങുന്നില്ല, അവർ ബിഗ് ബോസ് കയറാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ രുദ്രേട്ടൻ ആർമി പണി തുടങ്ങി. അമ്മാതിരി ഇതാണ്. 3 മാസം മുമ്പ് മുതൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു രേണുസുതി ബിഗ് ബോസിലേക്ക് വരുന്നു പറഞ്ഞുകൊണ്ടൊരു ഇതിടുന്നത് 3 മാസം മുമ്പേ എനിക്ക് തോന്നുന്നു ചേച്ചിയാണെന്ന് തോന്നുന്നു. മല്ലു രേവതി ചേച്ചിയാണെന്ന് തോന്നുന്നു. അന്ന് മുതൽ ഇന്ന് വരെ, അല്ല മല്ലു രേവതിയല്ല, മല്ലു രേവതിയാണോ അൻസിഫാണോ എന്ന് എനിക്കറിയില്ല. അവർ രണ്ടിലൊരാളാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇവരുടെ പേരിടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നടന്ന അക്രമം, അവരൊരു എന്താ പറയുന്നത്, അവർ വെറുക്കപ്പെട്ടവരാവണം. ഇവരുടെ വീടുമായിട്ട് ചുറ്റിപ്പറ്റി കുറേ ആൾക്കാരെയൊക്കെ യൂട്യൂബേഴ്സ് കുറേ പേരെ കൂട്ടുപിടിച്ചു. അറിയായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു അവരെ ആക്രമിച്ചാലേ പൈസ കിട്ടുകയുള്ളൂ, അവരെ പറ്റി വേണ്ടാതേനം പറഞ്ഞാലേ പൈസ കിട്ടുകയുള്ളൂ എന്നറിയായിരുന്നു. നിങ്ങളിത് തന്നെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ആക്രമിക്കും തോറും എന്താ പറയുന്നത്, ശക്തിയാവുകയാണ് അവർ ചെയ്യുന്നത്. അവരെ ഇഷ്ടപ്പെടുന്നവരും കൂടുതൽ ശക്തരാവുകയാണ് ചെയ്യുന്നത്. പിന്നെ രേണുസുതിക്ക് ഉള്ള സപ്പോർട്ട്, അവർ വല്ല രേണുസുതി ലവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ യൂട്യൂബേഴ്സിൽ തന്നെ ചിലർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് രേണുസുതിയുടെ പേരും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തെറി പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതലും അമ്മമാർക്കാണ് കൂടുതലും രേണുസുതിയോടുള്ളൊരു ആത്മാർത്ഥമായ ഒരു ഇഷ്ടമുള്ളത്. പിന്നെ മനുഷ്യത്വം, ഇത്തിരി മനുഷ്യത്വമുള്ള വ്യക്തികൾക്കും
രേണുസുതിയെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, രേണുസുതി വലിയ സംഭവമായോണ്ടോ അല്ലെങ്കിൽ രേണുസുതി വലിയ പ്ലെയർ ആയതുകൊണ്ടൊന്നുമല്ല. അവർ ഇത്രത്തോളം ഒന്നും അനുഭവിക്കാൻ വേണ്ടി ആരെയും കൊന്നിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, എന്താ പറയുന്നത്, കൊള്ളയോ അങ്ങനെ കൊള്ളിവെപ്പോ അല്ലെങ്കിൽ ഈ പറയുമാതിരി വലിയ രീതിയിലുള്ള തട്ടിപ്പുകളോ ഒന്നും ചെയ്തിട്ടില്ല. കിക്കിലേക്ക് ഒരുപാട് പേര് വലിയ തട്ടിപ്പൊക്കെ ചെയ്ത ആൾക്കാർ ഇപ്പോഴും മറഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ രേണുസുതി ഒന്നും ചെയ്തിട്ടില്ല, ഒരു പാതകവും ചെയ്തിട്ടില്ല. അവരെയൊക്കെ എണ്ണയിട്ട് മെഴുക്കി രക്ഷപ്പെടുത്ത് നമുക്ക് കുഞ്ഞൻ്റെയൊക്കെ കാര്യം അറിയാമല്ലോ. അപ്പോൾ ആ ആൾക്കാരെ പറ്റി ആരും ഒന്നും സംസാരിക്കുന്നില്ല. അവർക്ക് പൈസ കിട്ടിയോ ബാക്കി കാര്യങ്ങളോ അതൊന്നും നമുക്ക് ഇന്ന് പൊതുസമൂഹം സംസാരിക്കുന്നില്ല. കാര്യം അത്രയും എന്തുവന്നേ വാല്യുബിളായിട്ടുള്ള വിഷയങ്ങൾ പോലും വിട്ടിട്ട് ആൾക്കാരിപ്പോൾ സംസാരിക്കുന്നത് രേണുസുതി എന്നുള്ള കാര്യമാണെങ്കിൽ അത് ടാർഗറ്റഡ് ആണ്. അത്രയും വലിയ ഇഷ്യൂസ് വന്നിട്ട് പോലും വിട്ടിട്ടാണെങ്കിൽ ഇതാണ്. അത് കണക്ക് തന്നെ രേണ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു. അപ്പോൾ നമ്മുടെ പുള്ളിക്കാരൻ്റെ പേരെന്താണ്, ഓനിയൻ ഈ പറയുമാതിരി രേണയുടെ വീട്ടുകാരെ പറയുന്നുണ്ട്. അതൊന്നും ആരും എടുത്തിട്ടില്ല. ഭയങ്കര മോശമാണ് ഓനിയൻ. ആ സംസാരത്തിനിടയിൽ ഓനിയൻ പറഞ്ഞു പോയി, പക്ഷെ അതാരും ഇത് ചെയ്തിട്ടില്ല. വീടിനകത്തും ചർച്ച കേട്ടില്ല, പുറത്തും ചർച്ച കേട്ടില്ല. തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുക. അതാണ് ബിഗ് ബോസിൻ്റെ റിയൽ പ്രേക്ഷകർ ചെയ്യേണ്ടത്. ഇത് വൃത്തികേടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല വേറൊന്നുമില്ല. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആക്രമിക്കും തോറും അവർ വളർന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ PR രാജാവ് നമ്മുടെ ഷാനവാസിക്ക എന്നൊക്കെയാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഇക്ക ഫാൻസാണ്. മമ്മൂക്ക എന്നൊക്കെ പറയുമ്പോൾ ഇക്ക ഫാൻസാണ്. ഷാനവാസിക്ക ഹേർട്ട്, രേണുസുതി, മറ്റവള്, ഈ സാധനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നടക്കട്ടെ. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കാണും, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം ശാരിക ഔട്ടാവുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കൂടെ രേഖപ്പെടുത്തണം കേട്ടോ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.